അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുതുബ ഓതുമ്പോൾ ഖതീബിന് കറാഹത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖുതുബ ഓതുന്ന സമയത്ത് ഖതീബ് ചില പ്രവർത്തികൾ ചെയ്താൽ അത് കറാഹത്തായി മാറും. അവ ഏതൊക്കെയാണ്? ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രധാനിയുമായ ഇമാം റംലി റളിയല്ലാഹു അൻഹു മഹത്തായ നിഹായ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലൂടെ വിവരിക്കുന്നതായി നമുക്ക് കാണാം. മഹാനവറുകൾ പറയുന്നത്, ഖുതുബ ഓതുന്ന സമയത്ത് ഇമാം കൈകൊണ്ട് ആംഗ്യം കാണിക്കുക, അതുപോലെ രണ്ടാം ഖുതുബയിൽ തിരിഞ്ഞു നോക്കൽ, അതുപോലെ തന്നെ ഖതീബ് മിമ്പറിൽ കയറുമ്പോൾ വാളുകൊണ്ടോ കാലുകൾ കൊണ്ടോ സ്റ്റെപ്പിൽ മുട്ടൽ, അതുപോലെ തന്നെ മിമ്പറിൽ കയറിയ ശേഷം ഇരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ രണ്ടാം ഖുതുബ ധൃതിയിൽ ഓതുക, അതുപോലെ രണ്ടാം ഖുതുബ ശബ്ദം കുറച്ച് ഓതുക. ഇതെല്ലാം ഒരു ഖതീബ് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം കറാഹത്തായിട്ടാണ് സംഭവിക്കുക. ഇങ്ങനെ ചെയ്യൽ, ഖുതുബയിൽ ഈ പ്രവർത്തികളെല്ലാം ചെയ്യൽ കറാഹത്താണ്. അത് അനാചാരമാണ്. അത് വിഡ്ഢികളായ ഖതീബമാർ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുതുബ ഓതുന്ന സമയത്ത് ഖതീബ് കൈകൊണ്ട് ആംഗ്യം കാണിക്കാനോ, അതുപോലെ തന്നെ വാളുകൾ കൊണ്ടോ കാലുകൾ കൊണ്ടോ സ്റ്റെപ്പിൽ മുട്ടാനോ, അതുപോലെ രണ്ടാം ഖുതുബ ശബ്ദ കുറച്ച് ഓതുക, രണ്ടാം ഖുതുബ ധൃതിയിൽ ഓതുക, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഖതീബുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം കറാഹത്താണ്. ഒന്നാം ഖുതുബയിലോ രണ്ടാം ഖുതുബയിലോ പല ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുക, അതുപോലെ ഖുതുബയിൽ സലാം പറയുമ്പോൾ അതുപോലെ തിരിഞ്ഞു നോക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഖതീബുമാർ ഖുതുബയിൽ ഒഴിവാക്കേണ്ടതാണ്. ഇതെല്ലാം കറാഹത്തായ കാര്യമാണ്. അതുപോലെ തന്നെ ഖുതുബയിൽ ബൈത്ത്, കവിത ഇവ ചൊല്ലൽ കറാഹത്താണ്. ചില ഖതീബുമാർ ഖുതുബ നിർവഹിക്കുന്ന അവസരത്തിൽ ബൈത്ത് ചൊല്ലുന്നത് കാണാം, അതുപോലെ കവിത ചൊല്ലുന്നത് കാണാം. അതെല്ലാം കറാഹത്താണ്. ഇത് മഹത്തായ നിഹായയിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥമായ നിഹായയിൽ കാണാൻ സാധിക്കും. നിഹായ 327 അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും.